ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം. ഈ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചാപരാശി ജാതകർക്ക് വ്യാഴം 2015 ജൂലൈ മാസം 14 തീയതി വരെ അഷ്ടമത്തിലും അതിനുമേൽ ഭാഗ്യത്തിലും, ശനി 2014 നവംബർ 2 വരെ 11ലും അതിനുശേഷം 12ലും, രാഹു 10ലും കേതു 4ലുമാകിയാൽ ഗുണദോഷ മിശ്രത്തിൽ ദോഷാധിക്യമുള്ള വർഷമാണിത്. കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ തന്നെ പ്രതീക്ഷിക്കാത്ത വാക്കുകൾ കേൾക്കേണ്ടതായി വന്നേക്കാം. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും കുറയുവാനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായി പ്രതിബന്ധങ്ങൾ വന്നു ചേരുമെങ്കിൽ കൂടിയും സമചിത്തതയോടുകൂടി പ്രവർത്തിച്ച് ദോഷഫലങ്ങളെയെല്ലാം തന്നെ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. വിവാഹാദി മംഗള കർമ്മത്തിനും സാധ്യത കാണുന്നു. സന്താനാഭിവൃദ്ധി, വാഹനഭാഗ്യം എന്നിവയ്ക്കും യോഗമുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് കുറ്റാരോപണങ്ങൾ കേൾക്കേണ്ടതായി വന്നേക്കാൻ ഇടയുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുജനസമ്മതി കുറഞ്ഞേക്കാം. അപവാദ ആരോപണങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു മാറി നിൽക്കുക. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും എല്ലാം തന്നെ വിജയപ്രതീക്ഷ പ്രായേണ കുറവായിരിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഈ വർഷം ഇട കാണുന്നുണ്ട്. സാമ്പത്തികമായുള്ള ക്രമക്കേടുകൾക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ കൊടുക്കൽ വാങ്ങലുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. മനസ്വസ്ഥത കെടുത്തുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. യാത്രാവേളകളിലോ മറ്റോ വസ്തുക്കൾ കൈമോശം വരാനോ തസ്കര ഭയത്തിനോ സാധ്യതയുണ്ട്. ഞരമ്പു സംബന്ധമായും വാദസംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകളും അനുഭവമാകാം. ദോഷപരിഹാരാർത്ഥമായി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ഭസ്മാഭിഷേകം, പാലഭിഷേകം എന്നീ വഴിപാടുകൾ മാസം തോറും ജന്മനക്ഷത്ര ദിവസം നടത്തിക്കുക. ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കുന്നതും ഗുണപ്രദം തന്നെയാണ്. അരയാൽ പ്രദക്ഷിണവും നടത്താവുന്നതാണ്. ശ്രീ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും പതിവായി ജപിക്കുന്നതും ഗുണം ചെയ്യും.